വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസം ആ ഒരു സന്തോഷത്തിൽ റോയൽ ഫുഡ് കോർട്ടിൻ്റെ 14ഓളം ഔട്ട്ലെറ്റുകളിൽ ബിരിയാണി സൽക്കാരം നടത്തി. നല്ലൊരു പ്രതികരണം തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭക്ഷണ വിഭവങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും രുചി വൈവിധ്യം കൊണ്ടും എന്നും റോയൽ ഫുഡ് കോർട്ട് ഭക്ഷണപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഓഫറാണ് റോയൽ ഫുഡ് കോർട്ട് ഒരുക്കിയത്. സതീശൻ എന്ന പേരുള്ളവർക്ക് സൗജന്യമായി ബിരിയാണി നൽകിയാണ് സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയത്. പേര് സതീശനാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ കാണിച്ചവർക്കാണ് സൗജന്യ ബിരിയാണി നൽകിയത്. സത്യപ്രതിജ്ഞാ ദിനം ആഘോഷമാക്കുവാനും കസ്റ്റമേഴ്സിന്റെ സന്തോഷത്തിനുമാണ് ഇത്തരമൊരു ആശയം നടപ്പിലാക്കിയതെന്നും ആളുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും റോയൽ ഫുഡ് കോർട്ട് ഉടമ റഫീഖ് ചുക്ലി പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് വേറിട്ടൊരു ബിരിയാണി സൽക്കാരമായിരുന്നല്ലോ റോയൽ നടത്തിയത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ബിരിയാണി സൽക്കാരം നടത്താൻ തീരുമാനിച്ചത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എറണാകുളം ജില്ലയ്ക്ക് 4 മന്ത്രിമാരുണ്ട്. ഞാൻ താമസിക്കുന്ന ആലുവയിലാണ്. ആലുവ പ്രദേശത്തുള്ള 4 MLA ഇപ്പോൾ നിയമസഭയിലുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഈ തൂക്കി എന്നൊക്കെയല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി ആ എറണാകുളം ജില്ല തൂക്കിയ ഒരു അപ്പോൾ എറണാകുളം ജില്ലക്കാർ എറണാകുളം ജില്ലയിൽ മുഴുവനായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരു സന്തോഷം എറണാകുളം ജില്ലയിലെ ആളുകളുമായിട്ട് പങ്കുവെക്കുക എന്നതിൻ്റെ ഇതിലാണ് അങ്ങനെ ബിരിയാണി സൽക്കാരം നടത്തി. അത് നല്ല റെസ്പോൺസായിരുന്നു. നല്ല ശരിക്കും ഒരു ബിരിയാണി കൊടുക്കുക എന്ന് മാത്രമല്ല, വി.ഡി. സതീശൻ എന്ന പേരുള്ളയാളെ വിളിക്കുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക, പറഞ്ഞേക്കാം. ബിരിയാണി മാത്രമല്ല, അവർക്ക് എന്താ ആവശ്യമുള്ള കൊടുക്കും. ബിരിയാണി സൽക്കാരം എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആലുവയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾ വന്നത്. എൻ്റെ ഏതാണ്ട് 10-60 ഷോപ്പുകളുണ്ടെങ്കിലും ഫുഡ് സപ്ലൈ ചെയ്യുന്ന 14 ഷോപ്പുകളിൽ ആ 14 ഷോപ്പുകളിലും ഇത് കൊടുത്തിരുന്നു. ആ 14 ഷോപ്പുകളിൽ ആൾ വന്നിരുന്നു. കൂടുതൽ ആൾ വന്ന് എനിക്ക് തോന്നുന്നത് ആലുവയിലാണ്. ആലുവയിൽ 3 ഷോപ്പുണ്ട്. അതിൽ 3 ഷോപ്പിനും കൂടി 10-40 പേര് വന്നിരുന്നു. പക്ഷേ ഒരു സന്തോഷമാണ് ആ വി.ഡി. സതീശൻ. ആളുകളുടെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ആളുകൾക്ക് ഭയങ്കര ഹാപ്പി. ഒരു ബിരിയാണി ഫ്രീ കിട്ടുക എന്നുള്ളതല്ല, സതീശൻ എന്ന് പേരുള്ളതുകൊണ്ട് സതീശൻ എന്ന പേരിലാക്കി ഇനി 5 കൊല്ലം ഒരു അഭിമാനമാണ്. എൻ്റെ പേര് സതീശൻ. ആ ഒരു അഭിമാനത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ സതീശൻ എന്ന പേരിലാക്കിയാൽ ഒരു സന്തോഷം. ആ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി. നമ്മൾ ഒരാൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ, ഞാൻ താമസിക്കുന്നത് ആലുവ പുളിഞ്ചോടാണ്, അദ്ദേഹം താമസിക്കുന്ന ദേശത്താണ്, തൊട്ടടുത്തുള്ള ആളൊരു മുഖ്യമന്ത്രിയാവുന്നത്, അതൊക്കെ വല്ലാത്ത വേറുള്ള അനുഭവം. ആ അനുഭവവും ആ സന്തോഷവും പങ്കുവെച്ചാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമില്ലാതെ. പക്ഷേ കഴിച്ചവരൊക്കെ വളരെ സന്തോഷം. ആ ഒരു സംസാരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം. ആ സന്തോഷം നമ്മൾ പങ്കുവെച്ചാണ്. ഈ അവസരത്തിൽ ഏതാണ്ട് 100-ലേറെ പേര് എനിക്ക് തോന്നുന്നു വന്ന് കഴിച്ചു. കൃത്യമായ കണക്കെടുത്തില്ല, ഞാൻ ഓരോ കടയിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആലുവയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, 40 പേര്. പിന്നെ പെരുമ്പാവൂരും വന്നിരുന്നു 10-15 പേര്. അങ്ങനെയാണ് 100-ലേറെ പേര് വന്ന് കഴിച്ചു പോയിട്ടുണ്ട്. ആ ബിരിയാണി കൊടുക്കുക എന്നുള്ളതല്ല, ആ സന്തോഷം പങ്കുവെക്കുക, സ്വീകരിക്കുക. ആ വി.ഡി. സതീശൻ പേരിലുള്ള ആ ID കാർഡ് കാണിക്കുകയും വന്നിരിക്കുകയും സൽക്കരിച്ചിരിക്കുകയും കഴിക്കുകയും ആ സന്തോഷത്തോട് പോകുന്ന കാണുമ്പോൾ സംതൃപ്തി, അത് അത്രയേ ഉള്ളൂ. റോയലിന്റെ 14 ഔട്ട്ലെറ്റുകളിലായിട്ടാണ് സൗജന്യ ബിരിയാണി സൽക്കാരം നടത്തിയത്. സതീശൻ എന്ന പേരുള്ളവരെല്ലാം ബിരിയാണി കിട്ടിയപ്പോൾ ഹാപ്പിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് വേറിട്ട ഒരു ബിരിയാണി സൽക്കാരം തന്നെയാണ് റോയൽ ഫുഡ് കോർട്ട് നടത്തിയത്. റോയലിൻ്റെ 14ഓളം ഔട്ട്ലെറ്റുകളിൽ ഈ ഒരു സൽക്കാരം ലഭ്യമായിരുന്നു. വളരെ സന്തോഷത്തിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടന്നെങ്കിലും ഇത് തികച്ചും വേറിട്ടത് തന്നെയായിരുന്നു. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.